ഗോരഖ്പൂരിൽ സിറ്റിംഗ് എം പി പ്രവീൺ കുമാർ നിഷാദ് ഇക്കുറിയും വിജയം ആവർത്തിക്കുമോ? സാധ്യമെന്നാണ് സമാജ്വാദി ബി.എസ്.പി സഖ്യത്തിന്റെ പ്രതീക്ഷ. കോൺഗ്രസ് പാർട്ടി മഹാസഖ്യത്തിന് പുറത്താണെങ്കിലും മുഖ്യമന്ത്രി ആദിത്യനാഥ് മത്സരരംഗത്തില്ലാത്ത സാഹചര്യത്തിൽ എൻ.ഡി.എക്ക് മണ്ഡലം തിരിച്ചുപിടിക്കുക എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള കാലത്തും ആദിത്യനാഥിന് വോട്ട് ലഭിച്ചത് ഗോരഖ്നാഥ് മഠാധിപതി എന്ന നിലയിലായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള കാലത്താണ് ഉപതെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് മണ്ഡലം നഷ്ടമായത്. വീണ്ടും ഒരിക്കൽ കൂടി ആദിത്യനാഥ് മത്സരിക്കുകയാണെങ്കിൽ എൻ.ഡി.എ മണ്ഡലം തിരിച്ചുപിടിച്ചേക്കാം എന്ന് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജിൽ നടന്ന കൂട്ടശിശുമരണത്തിന് ശേഷം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആദിത്യനാഥിന് പോലും മണ്ഡലം നിലനിർത്തുക എളുപ്പമല്ല. Now the very strong candidate and the 5 times MP and the Chief Minister, a very strong man, lost, which was quite a surprise to, I think, the whole of the country, because he was like invincible. But his acts and the BJP's basic, the way they are going about things in this country, people are fed up. നീണ്ട 30 വർഷത്തിലേറെ ബി.ജെ.പി കൈയടക്കി വെച്ച മണ്ഡലത്തിൽ സമീപകാലത്ത് മാത്രമാണ് റോഡുകളുടെ വികസന പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇത് ഒരു നേട്ടമായി എടുത്തു കാണിക്കാവുന്ന അവസ്ഥ ഇപ്പോഴുമായിട്ടില്ല. 30 വർഷം ബി.ജെ.പിയുടേതായിരുന്ന മണ്ഡലം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി പ്രവീൺ കുമാർ നിഷാദ് കൈയടക്കിയതോടെ ബി.ജെ.പി കടുത്ത ആശങ്കയിലാണ്. ആരെയാണ് ഗോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിക്കേണ്ടതെന്നറിയാതെ. ക്യാമറ പേഴ്സൺ സുരേഷ് ഇരുമ്പനത്തോടൊപ്പം എ റഷീദുദ്ദീൻ, മീഡിയ 1.